ശ്രീ മിഥുൻ വിജയകുമാർ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ഈ നിക്ഷേപത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ലാഭമെന്ന് പറയുന്നത് തന്നെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് അത് സ്വായത്തമാക്കാനായി ശുഭാംശുവിന് ഇതിലൂടെ സാധിക്കും. അത് നമ്മുടെ മറ്റ് സഹ ബഹിരാകാശ പര്യവേക്ഷകർക്ക് അനുഭവമായി പങ്കുവയ്ക്കാനായി സാധിക്കും. അതോടൊപ്പം തന്നെ അവർക്കൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി കരുതി കണ്ട് മനസ്സിലാക്കി അതൊക്കെ തന്നെ പറഞ്ഞുകൊടുത്ത് ഏറെ നേട്ടത്തോടുകൂടി തന്നെ നമുക്ക് തിരികെ നമ്മുടെ ദൗത്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ള വളരെ വ്യക്തമായൊരു സന്ദേശം കൂടിയാണ് ലഭിക്കുന്നത്. അതിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ത്യയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ച്, ISROയെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്ന വർഷങ്ങൾ, ഇനിയുള്ള 2047 എന്ന ആ ഒരു ലക്ഷ്യം, അതിലേക്ക് കടന്നു പോകാൻ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാനായി നമുക്ക് ഇന്ന് സാധിക്കുന്നുണ്ടല്ലോ, ശരിയല്ലേ? തീർച്ചയായും നമ്മുടെ ഒരു ഒരു ഇമ്മീഡിയറ്റ് അച്ചീവ്മെന്റ് ആയി നമ്മൾ കാണാൻ പോകുന്നത് ഗഗൻയാൻ മിഷനാണ്. അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു പ്രീകഴ്സറി ആക്ടിവിറ്റി ആയിട്ട് വേണം ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഇത് 140 കോടി ഇന്ത്യക്കാരുടെ സ്വപ്നമാണ് ശുഭാംശു ശുക്ല യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്പേസിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ സന്ദേശം നമ്മൾ കണ്ടല്ലോ, ഭാരതം മുഴുവൻ ഈ യാത്രയുടെ ഭാഗമാണെന്ന്. അപ്പോൾ ഈ വാക്കുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ മിഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. കാരണം നമ്മൾ 41 വർഷം മുമ്പുള്ള രാകേഷ് ശർമ്മയുടെ മിഷൻ വെച്ച് ഇതിനെ കമ്പയർ നോക്കുകയാണെങ്കിൽ അന്ന് നമ്മൾ ഇന്ത്യയുടെ ഒരു സിഗ്നേച്ചർ പതിപ്പിച്ചു. അതായത് ഒരു കോൾഡ് വാർ ജിയോ പൊളിറ്റിക്സ് നടക്കുന്ന ഒരു കാലമാണ്, ആ സമയത്താണ്. പക്ഷെ ഈ ഒരു ആക്സിയം 4 മിഷൻ വഴി നമ്മുടെ ഒരു ലെഗസി നമ്മൾ റീഇഗ്നൈറ്റ് ചെയ്യുക മാത്രമല്ല, പക്ഷെ ഗഗൻയാൻ മിഷന് വേണ്ട ഒരു ഡയറക്റ്റ് ആസ്ട്രോനോട്ട് എക്സ്പീരിയൻസ് കൂടിയാണ് നേടിയെടുക്കുന്നത്. മാത്രമല്ല ഇതിലൊരു റെക്കോർഡ് കൂടി സെറ്റ് ആവാൻ പോവാണ്. കാരണം ഈ മിഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മൈക്രോ ഗ്രാവിറ്റിയിൽ ഏറ്റവും കൂടുതൽ സ്റ്റേ ചെയ്ത ഇന്ത്യൻ എന്ന റെക്കോർഡ് കൂടി ശുഭാംശു ശുക്ല കരസ്ഥമാക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഇതിനെ ഒരു ഇന്ത്യയുടെ ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ വേണം കാണുക. ഗഗൻയാൻ മിഷന് വേണ്ടിയുള്ള ഒരുപാട് ഇൻസൈറ്റ്സ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നുണ്ട്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ. മാത്രമല്ല ഇപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ സ്പേസ് ക്ലബ്സ് ഒക്കെ പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റി സയൻസ് ക്ലബ്ബ്, ഇവിടേക്കുള്ള എൻക്വയറീസ് ഒരുപാട് കൂടുന്നുണ്ട്, ഈ സ്പേസ് സയന്റിസ്റ്റ് ആവാൻ എങ്ങനെയാണൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ത്യ ഒരു സയന്റിഫിക് തലത്തിൽ ചിന്തിക്കുന്നു, മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ സ്പേസ് മിഷനെ കുറിച്ച് ഭയങ്കര ആക്റ്റീവായി അതായത് ഗ്രാസ് റൂട്ട് ലെവലിൽ പോലും ആളുകൾ അതിനെ വളരെ ആവേശത്തോടു കൂടി എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ ആക്സിയം 4 മിഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ബിസിനസ് കേസ് സ്റ്റഡി കൂടിയാണ്. കാരണം എങ്ങനെ ഒരു കമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൂ മിഷൻ എത്ര സക്സസ്ഫുൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു കേസ് സ്റ്റഡി കൂടി ആയിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ. അപ്പൊ അത് ഒരുപാട് ഇന്ത്യയിലുള്ള ഈ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ അത് സാധിക്കും. നമുക്ക് ഈ പറഞ്ഞ പോലെ സ്പേസ് സ്റ്റാർട്ടപ്സിന് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് വേണം ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നാസ, സ്പേസ് എക്സ്, പിന്നെ ആക്സിയം സ്പേസ്, ഇവർ തമ്മിലൊരു പാർട്ട്ണർഷിപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നാസയാണ് ഇതിന്റെ ലോഞ്ച്, ഡോക്കിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നതെങ്കിൽ സ്പേസ് എക്സ് ആണ് ഇതിനു വേണ്ട ലോഞ്ച് വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ആക്സിയം സ്പേസ് ആണ് ഈ ക്രൂവിന്റെ സെലക്ഷൻ, ട്രെയിനിങ്, പേലോഡ് ഇന്റഗ്രേഷൻ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഒരു ഗവൺമെന്റ് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡലുള്ള ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണിത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ ഈ പറഞ്ഞ പോലെ കോസ്റ്റ് ഷെയറിംഗ് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൂടുതൽ വേഗത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ സ്പേസ് പ്രോജക്ട്സ് അഡ്വാൻസ് ചെയ്യാൻ പറ്റും. ഇന്ത്യയുടെ നിലവിലെ സ്പേസ് സെക്ടർ എന്ന് പറയുന്നത് ഗ്ലോബൽ മാർക്കറ്റിന്റെ 2% മാത്രമാണ്. അപ്പൊ അത് എക്സ്പാൻഡ് ചെയ്യുക എന്നത് നമ്മുടെ ഒരു വലിയ ആവശ്യം കൂടിയാണ്. അപ്പം ഈ ഈ ഒരു മിഷൻ എന്ന് പറയുന്നത് നമുക്കൊരു കേസ് സ്റ്റഡി കൂടിയായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ. അപ്പൊ ഇന്ത്യക്ക് ഇതിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നൊരു നേട്ടം എന്ന് പറയുന്നത് നമ്മളിത് വെറൊരു സ്പേസ് എക്സ്പ്ലോറേഷൻ പ്രോജക്റ്റിന്റെ ഭാഗമാവുമല്ല, മറിച്ച് സ്പേസ് എക്സ്പ്ലോറേഷൻ ലീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ ഒരു മിഷനിലൂടെ. കാരണം നമുക്ക് അടുത്ത് തന്നെ ഗഗൻയാൻ അവിടെ നിൽപ്പുണ്ട്. പിന്നെ ISROക്ക് ഇതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ആസ്ട്രോണോട്ട് പെർഫോമൻസ്, പിന്നെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം, ഹാർഡ്വെയർ ഓപ്പറേഷൻ, ഇതൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറ്റും. മാത്രമല്ല മിസ്റ്റർ ശുക്ലയുടെ ഈ ഒരു യാത്രയിലൂടെ നമ്മൾ ഒരുപാട് എക്സ്പെരിമെന്റ്സ് അവിടെ നടത്താൻ പോകുന്നുണ്ട്. അതായത് ഈ ഉലുവ, മൂങ്ദാല്, ഇതൊക്കെ ജെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെന്റ് അവിടെ നടത്താൻ പോകുന്നുണ്ട്. അത് അവിടെ ചെന്ന് നടത്തുക മാത്രമല്ല, തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിലെ ഈ പറഞ്ഞ പോലെ ഇതിലൊക്കെ ഉള്ള ജെനറ്റിക്സിന്റെ ചേഞ്ച് അല്ലെങ്കിൽ ന്യൂട്രീഷണൽ പ്രൊഫൈൽ, ഇതെല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് ഈ വിള ഉൽപാദന ക്ഷമതയുമായി ബന്ധപ്പെട്ട സ്റ്റഡീസിൽ അത് ഒരുപാട് ഗുണം ചെയ്യും. അപ്പം ഇന്ത്യയുടെ ഒരു വലിയ അച്ചീവ്മെന്റ് ആയി തന്നെ വേണം നമുക്ക് ഈ ഒരു പ്രോജക്റ്റിന് നോക്കി കാണാൻ വേണ്ടിയിട്ട്. മാത്രമല്ല നമുക്ക് മുന്നോട്ടുള്ള ഒരു ഫ്യൂച്ചർ സ്പേസ് മിഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാക്ക് സെറ്റ് ചെയ്യുന്ന ഒരു മിഷൻ കൂടിയായിട്ട് വേണം ഇതിനെ കാണുക.